ടെക് ടോക്കിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ പുതിയ പോഡ്കാസ്റ്റ് സംഭവമാണ് ടെക് ടോക്ക് എന്ന് പറയുന്നത്. ടെക് ഹാക്ക് വർക്കിന്റെ നമ്മുടെ പോഡ്കാസ്റ്റിംഗ്. പോഡ്കാസ്റ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ട അറിവുകൾ നിങ്ങൾ കമന്റ് ചെയ്തതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് പറയുന്നുള്ളതാണ്. നിങ്ങൾ വീട് പണിയുമായി ബന്ധപ്പെട്ട, ബിൽഡിംഗ് പണിയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ടൂൾസ്, അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കണ്ടന്റും കംപ്ലീറ്റ് ആയിട്ട് കമന്റുകൾ എടുത്തിട്ട് ആ കമന്റിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇനിയുള്ള കമന്റിനും വീഡിയോ വരുന്നതായിരിക്കും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോയിൽ അവസാനത്തിൽ പറയാലോ നമുക്ക്. അപ്പൊ ഏതായാലും നമുക്ക്, നിങ്ങൾ വീട് പണി തുടങ്ങാൻ പോയവരാണോ? അപ്പൊ നമ്മൾ ഇന്നത്തെ വിഷയം വീട് പണി തുടങ്ങാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ്. തുടങ്ങാൻ പോകുന്നവർക്ക്, തുടങ്ങിയവർക്കും, സ്റ്റേജിങ്ങിലുള്ളവർക്കും, റിനോവേഷൻ ചെയ്യുന്നവർക്കും അവർക്കും ഉപകാരപ്പെടും. അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. മലയാളികളാണോ, ഇലക്ട്രീഷ്യന്മാർക്ക് ഉപയോഗിക്കാം, ഇലക്ട്രീഷ്യന്മാർക്കും പറ്റുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ പറയാൻ പോകുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് വയറ്, ഇലക്ട്രിക്കൽ വയറ്. ഏത് വയറാ വേണ്ടത്, ഏത് വയറാ ഉപയോഗിക്കേണ്ടത്, സ്റ്റാൻഡേർഡ് എന്താണ്, അതിന്റെ തീപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വാങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബ്രാൻഡുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഗൾഫ് കൺട്രികളിൽ നിന്നും വരുന്നവരെ, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർ, നമ്മളെ കോയമ്പത്തൂരും ഗൾഫ് വയറും ഏറ്റവും കൂടുതൽ നമുക്ക് കമന്റ് ഉള്ളതാണത്. ശരിക്കും പറഞ്ഞാൽ അത് പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ പറ്റൂല. കാരണം ഗൾഫ് കൺട്രിയിൽ ഉണ്ടാക്കുന്ന വയർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ ചൂട് കൂടുതലാണ്, ഹ്യൂമിഡിറ്റി നമ്മളെ നാട്ടിൽ ഓയിൽ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ അവിടത്തെ സാഹചര്യത്തിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത വയർ നമ്മുടെ സാഹചര്യത്തിൽ പറ്റൂല. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് IS സ്റ്റാൻഡേർഡ് പ്രകാരം 694, അതായത് 694 ആയിരിക്കണം വയറിന്റെ സ്റ്റാൻഡേർഡ്, IS സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ക്വാളിറ്റി. അപ്പൊ അത് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം BAS അല്ലെങ്കിൽ BS എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ISI മുദ്ര ഇല്ല. ISI മുദ്ര നമ്മുടെ വയറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ മാത്രം വരുന്നതാണ് ISI എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതാണല്ലോ ISIന്റെ ഫുൾ ഫോം. അപ്പോ ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ ശരിക്കും ഗൾഫ് വയർ വരത്തില്ലല്ലോ. ശരിക്കും വരാൻ പാടില്ല, നമുക്കത് ഉപയോഗിക്കാൻ പാടില്ല. അതിന്റെ അപ്പുറത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്, നമുക്ക് ഇൻഷൂറും കൂടി കിട്ടൂല. ഇൻഷൂർ ക്ലെയിം ചെയ്യണമെങ്കിൽ നമുക്ക് IS സ്റ്റാൻഡേർഡ് പ്രകാരം ചെയ്ത വയറായിരിക്കണം. അപ്പോൾ ഈ IS സ്റ്റാൻഡേർഡ് പ്രകാരം ചെയ്യാത്ത വയറുകൾക്കും ഫയർ വരാം, മറ്റേ വയറുകൾക്കും ഫയർ വരാം. ഇൻ കേസ് സാധ്യതയുണ്ട്. ഫയർ ഇൻസുലേഷൻ അല്ലേ സാധാരണ കത്താൻ സാധ്യത കൂടുതൽ. ഇൻസുലേഷനെ കത്തും, കോപ്പറും മെൽറ്റ് ആവും. പക്ഷെ അതിന് കൃത്യമായ ഒരു കറക്റ്റ് ചൂട് വേണം. കറക്റ്റ് ചൂടുണ്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ. ഏതായാലും നമ്മളെ കോയമ്പത്തൂരിൽ നിന്ന് വയർ വാങ്ങണോ, കേരളത്തിൽ നിന്ന് വയർ വാങ്ങണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗൾഫിൽ നിന്ന് വാങ്ങണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട് ഈ ഒരു ഏരിയ ഈ ചെങ്കല്ല് കൂടുതലാണ്. കേരളത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ 3 തെക്കൻ ഏരിയ, ഒരു നടു, മിഡിൽ ഏരിയ, വടക്കൻ ഏരിയ. വടക്കൻ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ ചെങ്കല്ലാണ് ഉപയോഗിക്കും. നമ്മളെ കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം വരെ നമ്മള് കൂടുതലായിട്ട് ചെങ്കല്ലാണ് ഉപയോഗിക്കുന്നത്. ചെങ്കൽ. അപ്പൊ ഇവിടെ വരുന്ന പ്രശ്നമല്ല മറ്റുള്ള സ്ഥലങ്ങളിൽ വരുന്നത്. അത് സാധാരണ അവര് ഹോളോ ബ്രിക്കോ അല്ലെങ്കിൽ ബ്രിക്കോ ആയിട്ട്, ബ്രിക്ക്, മഡ് ബ്രിക്ക്, അങ്ങനത്തെ സംഭവങ്ങൾ ഉപയോഗിക്കുന്നത്. ചെങ്കൽ ഉപയോഗിക്കുന്നവരുണ്ട് എറണാകുളം നമ്മൾ പോയ സൈറ്റില്. പക്ഷെ ഇവിടുന്ന് അത് കൊണ്ടുപോകുന്ന ചിലപ്പോ അവിടെ നിന്നും കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും ഇവിടുത്തെ അത്ര കൂടുതൽ ഉപയോഗിക്കുന്നില്ല. എന്തായാലും ഒരു ഉപയോഗം കുറവ് തന്നെയാണ്. കണ്ണൂർ ഈ ഒരു ഏരിയയിലുള്ള വയറിന്റെ ക്വാളിറ്റി അല്ല നമുക്ക് അങ്ങോട്ട് വേണ്ടി വരും. നമ്മളിവിടെ ഈ ചെങ്കല്ലായതുകൊണ്ട് തന്നെ ഉറുമ്പിന്റെ ശല്യം കൂടുതലാണ്. ചെതല്, ഉറുമ്പ്, ഇൻസെക്ടിന്റെ ഇത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അപ്പോ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യുന്ന വയറായിരിക്കണം നമ്മളിവിടെ വേണ്ടത്. അപ്പോൾ IS സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള വയർ മാത്രം പോരാ, അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി വേണം. ഈ ഫയർ ആൻഡ് സേഫ്റ്റി നമ്മൾ പറയുന്നു. അപ്പൊ ഫയർ ആൻഡ് സേഫ്റ്റിന്റെ ശരിക്കും ഭാഗമായിട്ട് വരുന്നത്, അതായത് ഫയർ പിടിക്കുന്ന വയറുകൾ, നമുക്ക് ഫയർ പിടിക്കാത്ത വയറുകൾ, അങ്ങനെ തരംതിരിക്കാൻ പറ്റുമോ? ശരിക്ക് വയറുകൾ അങ്ങനെ ഫയർ പിടിക്കുന്നതും ഫയർ പിടിക്കാത്തതും ഉണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം FR ആയിരിക്കണം മിനിമം. ഫ്ലെയിം വയറുകളെല്ലാം FR ആയിരിക്കും. FR LSH എന്നും കൂടി സംഭവം ഉണ്ട്. FR മിനിമം ഉണ്ടാവും. ഫ്ലെയിം റിട്ടാർഡന്റ് ആയിരിക്കും വയറുകൾ. അതായത് അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ തീ പിടിക്കണമെങ്കിൽ 3 സംഭവം വേണം. ഒന്ന് ചൂട്, രണ്ടാമത്തത് ഇന്ധനം, മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓക്സിജൻ. ഇത്രയും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ തീ പിടിക്കൂ. അപ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്മിക്സർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടാണ്
അപ്പൊ പുക വരുന്നത്. വരുന്നത് ശരിക്കും ഈ പിന്നെ അതിനെയും കൂടി പ്രിവെന്റ് ചെയ്യണ്ടേ, ശരിക്കും പുകയും കൂടി അതിൽ ഉൾപ്പെടുന്നതല്ലേ? ശരിക്കും തീയേക്കാൾ കൂടുതൽ പഠിക്കേണ്ടത് പുകയാണ്. പുകയല്ലേ വരുന്നത്? ആ അപ്പൊ ശരിക്കും നമ്മള് പുകയാണ് ആൾക്കാരെ FR മാത്രം പോരല്ലോ, FR LSH ശരിക്കും ലോ ശരിക്കും ലോ ഹാലജൻ സ്മോക്ക് എന്നാണ് LSHന്റെ ഫുൾ ഫോം അത് വരുന്നത്, ലോ ഹാലജൻ സ്മോക്ക്. ശരിക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതും കൂടി ഉപയോഗിക്കണ്ടേ? ശരിക്കും വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് വേണമെന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം പക്ഷെ നമ്മൾ ഈ ചില ഏരിയകളിലൊക്കെ മരത്തിന്റെ ബോക്സുകൾ, പിന്നെ ഈ മരത്തിന്റെ ബോക്സുകൾ വെക്കുന്ന ആൾക്കാരുണ്ട്, PVC ബോക്സുകൾ വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിനൊക്കെ ഫയർ വരാൻ സ്വിച്ച് ബോർഡിൽ നിന്നൊക്കെ ഇപ്പൊ ഒരു ലൈറ്റ്, ഇതുപോലത്തെ ലൈറ്റുകളോ അല്ലെങ്കിൽ ഒരു ചാർജറോ പൊട്ടിപ്പോയിട്ട് സ്വിച്ച് ബോർഡിലേക്ക് വന്ന് ഈ ലൂസ് കണക്ഷൻ തന്നെ ഇപ്പൊ കൂടുതൽ ഉപയോഗിക്കുന്ന ലൂസ് കണക്ഷൻ ആയിട്ട്. പക്ഷെ അത് പടരാനുള്ള സാധ്യത കുറവാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ പറഞ്ഞ ഒരു സംഭവം അതിൽ കിട്ടുന്നില്ല, ഓക്സിജൻ ഇല്ല. കൺസീൽഡ് ആയതുകൊണ്ട് ഓക്സിജൻ അവിടെ ഇല്ല. പിന്നെ പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം, ഇത് ഇന്ധനമല്ല, നമുക്ക് അവിടെ ആകെ ഉള്ളത് ഹീറ്റാണ്. PVC കണ്ടന്റ് ശരിക്കും പെട്രോളിയം പ്രോഡക്റ്റ് ആണ്. പക്ഷെ അതിൽ ഒരുപാട് സംഭവങ്ങൾ മാറ്റം വരുത്തിയിട്ടാണ് FRലേക്ക് കൊണ്ടുവരുന്നത്, ഫ്ലെയിം റിട്ടാർഡന്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോ ഫോം ബോർഡൊക്കെ കാണുന്നില്ല, അതൊക്കെ ഫയർ റിട്ടാർഡന്റ് ആണ്. അതിന്റെ മുകളിൽ 100% വാറന്റി ഒക്കെ കമ്പനി കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒക്കെ മുകളിൽ അത് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആഡ്മിക്സർ കൂട്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് PVCന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നോർമൽ PVC നമ്മളിപ്പം ബക്കറ്റ് പോലത്തെ കത്തിപ്പോ ഉരുകിയിട്ട് സ്റ്റാർട്ടിങ് കൊടുത്താൽ തന്നെ ചിലപ്പോൾ അത് എൻഡ് വരെ കത്തും. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഫ്ലെയിം നിൽക്കുന്നിടത്ത് നിൽക്കും. അതായത് നമ്മൾ ഇന്ധനം കൊണ്ട് കത്തിച്ചാൽ മാത്രമേ അവിടെ കത്താൻ പാടുള്ളൂ. ഫയർ വേണം, എന്നാലേ അത് കത്താൻ പാടുള്ളൂ. അല്ലാത്ത സമയത്ത് ഞാൻ ചോദിക്കുന്നത്, ഈ ഇപ്പൊ വുഡൻ ബോക്സ് ഒക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാല് ആ വുഡൻ ബോക്സിലൊക്കെ ഈ സ്പാർക്ക് വന്ന് ഈ വുഡൻ ബോക്സ് തീപിടിച്ച് വയറ് കൂടി തീപിടിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് തീപിടിക്കും. ആ ഒരു പോർഷനിൽ ഒഴിവുള്ള ആ ഒരു ഭാഗം മാത്രമേ തീപിടിക്കൂ. കംപ്ലീറ്റ് ആയിട്ട് പിടിക്കാനുള്ള ചാൻസ് ഇല്ല. കാരണം നമുക്ക് അവിടെ അതിന്റെ അപ്പുറത്ത് ഓക്സിജൻ ഇല്ലല്ലോ. നമ്മളിപ്പോ ഈ കാണുന്ന സോക്കറ്റ്, ഇതിന്റെ ആ ഒരു ഭാഗത്ത് മാത്രമേ ഓക്സിജൻ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. കാരണം ഒരു സോക്കറ്റിന്റെ അകത്തെ കൂടിയോ അല്ലെങ്കിൽ നമ്മൾ അതും ബേണായി പോയിട്ടാകുമ്പോൾ ഓപ്പൺ ആയിട്ടോ കിട്ടും. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ കത്തിപ്പിടിച്ച് പകരാനുള്ള സാധ്യത ഇല്ല. പക്ഷെ FRLSH നിർബന്ധമായിട്ട് വേണ്ട സ്ഥലങ്ങളുണ്ട്. ഹോസ്പിറ്റല്, ഗോഡൌണ്, കൂടുതൽ ആൾക്കാർ പോകുന്ന സ്ഥലങ്ങൾ, ഫാക്ടറി പോലത്തെ സ്ഥലങ്ങൾ, അതായത് ഓപ്പൺ വയറിങ് വരുന്ന സ്ഥലങ്ങളിലാണ് കൂടുതൽ അത് വേണ്ടത്. പിന്നെ വലിയ DBകൾ, ഒരുപാട് വയറുകളൊക്കെ വരുന്ന, ഒരുപാട് എക്യുപ്മെന്റ്സ് ഒക്കെ വരുന്ന സ്ഥലങ്ങളിലും വേണം. കാരണം അവിടുന്ന് ഫയർ വന്ന DBന്റെ ആ ഒരു ഏരിയ ഫയർ ആയിട്ട് നമ്മളൊരു വീട്ടിലൊരു പോർഷനിൽ നിന്നാൽ തന്നെ നമുക്ക് അൺകോൺഷ്യസ് ആവാം ഈ സ്മോക്ക് വന്നു കഴിഞ്ഞാൽ. അതില് ലോ സ്മോക്ക് എന്ന് പറയുമ്പോൾ നമ്മള് കൂടുതൽ വരാൻ വേണ്ടി ഈ സ്മോക്ക് അല്ലേ കാരണം? സ്മോക്കാണ് ഇതിന് ശരിക്കും അപകടം വരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും നമ്മള് ശ്വാസകോശത്തിനെ ബാധിച്ച് നമ്മള് അൺകോൺഷ്യസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വയറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് FRLSH എന്ന് പറയുന്ന സംഭവം, ഫ്ലെയിം റിട്ടാർഡന്റ് ലോ ഹാലജൻ സ്മോക്ക്. സ്റ്റാൻഡേർഡ് പ്രകാരം ഇപ്പൊ എല്ലാ വയറുകളും FRLSH തന്നെയാണ്. IS സ്റ്റാൻഡേർഡ് പ്രകാരം അത് FRLSH ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു സംഭവം ഉള്ളതായിട്ട് എനിക്കറിയില്ല. FR വേണം. LSH എന്ന് പറയുന്നത് നമ്മളിപ്പോ വയർ കമ്പനികൾ പുതുതായിട്ട് എന്താണ് ഈ ഒരു സേഫ്റ്റിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന സംഭവമാണ്. പിന്നീട് അത് സേഫ്റ്റിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇൻസുലേഷന്റെ ഭാഗമാണ് ശരിക്കും ഈ FRLSH. ഇൻസുലേഷന്റെ ഭാഗം നമ്മൾ ഈ പുറത്ത് കാണുന്ന കോട്ടിങ്, ഇത് കളർ കോഡിന്റെ RYB ഒക്കെ വരുന്നില്ല, റെഡ് കളർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പിഗ്മെന്റ് മാത്രം, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു പിഗ്മെന്റ് മാത്രം. അത് വളരെ തിന്ന് മൈക്രോ ലെയർ മാത്രമേ ഉള്ളൂ. നമുക്ക് ചുരണ്ടിയാ ഇങ്ങനെ പോകുന്ന കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അതിന്റെ അകത്ത് വരുന്ന വൈറ്റ് കോട്ടിംഗ് ആണ് ശരിക്കും ഈ പറഞ്ഞ PVC എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടീസ് എല്ലാം നമ്മള് FRLSH ഒക്കെ FRLSH എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിന് വയർ എന്ന് പറയുന്ന സംഭവത്തിന്റെ ശരിയായ ക്വാളിറ്റി വരുന്നത് ഈ ഒരു സംഭവത്തിലാണ്. പിന്നെ അതിന്റെ കുറച്ചും കൂടി ഇത് വരുന്നത് ആന്റി റാഡന്റ്, ആന്റി ഇൻസെക്ട്. അതായത് നമുക്ക് എലി കടിക്കില്ല, പിന്നെ ഉറുമ്പ്, ചെതല് കാര്യങ്ങൾ, അങ്ങനത്തെ പ്രാണികളൊന്നും അറ്റാക്ക് ചെയ്യുന്നത് ഒഴിവാക്കാം. ഒഴിവാക്കാന്ന് പറഞ്ഞാൽ അവര് അറ്റാക്ക് ചെയ്യും, ശ്രമിക്കും. പക്ഷെ അവർക്ക് അതിനൊരു വിഷാംശം, അതിലൊരു പ്രിസർവേറ്റീവ് പോലെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് ഉപയോഗിക്കുന്ന വയറുകൾക്ക്, എല്ലാ വയറുകൾക്കും ഇപ്പൊ വരുന്നുണ്ടോ? എല്ലാം ഇപ്പൊ മിക്കവാറും എല്ലാ വയറുകളും ആന്റി റാഡന്റ്, ആന്റി ഇൻസെക്ട് ആണ് നമ്മുടെ ഈ ഒരു കണ്ണൂർ ഏരിയയിൽ കിട്ടുന്നത്. എല്ലാ ഏരിയയിലും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ നാട്ടിൽ ഏതാ കിട്ടുന്നത് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. ഇത് നമ്മളിപ്പോ ശരിക്കും കടിക്കുന്നതുകൊണ്ട് നമുക്ക് കടിച്ചിട്ടൊക്കെ ചില ആൾക്കാരെ ഇത് അതാണ് പറയുന്നത്. നമ്മളെ ഇലക്ട്രീഷ്യന്മാർ എന്ന് പറയുന്നത് വയറ് നിറക്കാൻ വേണ്ടി വയറ് കൊണ്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ് ഇലക്ട്രീഷ്യന്മാർ. ആ വയറ് നമ്മൾ കടിച്ചിട്ട് നമ്മളെ വയറ്റിലേക്ക് വിഷവും കൂടി എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ആന്റി റോഡന്റ് ആയിട്ടുള്ളതോ
ആന്റി ഇൻസെക്ട് എന്നുള്ളതോ നമ്മൾ ഒരു കാരണവശാലും കടിക്കാൻ പാടില്ല. ശരിക്ക് കൈ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പോ വായിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പോ നമ്മളത് കഴുകിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ സ്മെല്ല് ചെയ്യുന്നത് പോലും അത്ര നല്ലതാണെന്ന് അല്ലെങ്കിലും PVC പിന്നെ സ്മെല്ല് ചെയ്യുന്നതിനോട് അത്ര നല്ല. അതിന്റെ കൂടെ ഈ സംഭവം കൂടി വന്നു, വിഷാംശം കൂടി വന്നത് കൊണ്ട് നമ്മളെ ശരീരത്തിന് ഹാനികരമായ ഒരു സംഭവമാണ്. ഇത് നമ്മൾ ഈ ഇൻസുലേഷൻ ഒക്കെ കാര്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത് ഇതിന്റെ കോപ്പറിന്റെ പ്യൂരിറ്റി നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണ്ടേ. ശരിക്കും ഈ കോപ്പർ എന്ന് പറയുന്ന സംഭവം നമ്മൾ സ്ക്രാപ്പ് എന്ന് വരുന്ന കോപ്പർ വരുന്നുണ്ട്, പ്യുവർ കോപ്പർ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ക്ലാവ് പിടിക്കുന്നുണ്ടല്ലോ കോപ്പറിന്, അപ്പൊ ശരിക്കും ക്ലാവ് പിടിക്കുന്നത് ശരിക്കും നല്ലതാണോ, അല്ല ഈ ക്ലാവ് പിടിച്ചുകൊണ്ട് ശരിക്കും കോപ്പറിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ മോശമായിട്ടാണോ നല്ലതായിട്ടാണോ കണക്കാക്കേണ്ടത്? അത് ക്ലാവ് ഉള്ളൊരു വയർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് എന്തായാലും കൂടും. റെസിസ്റ്റൻസ് കൂടുമ്പം സ്വാഭാവികമായിട്ടും കറണ്ടിന്റെ ഫ്ലോ കുറയും. അപ്പോൾ എന്തായാലും ആംബിയർ കൂടുതൽ എടുക്കും. അവിടെ നമുക്ക് എന്ത് ചെയ്യും, കറണ്ട് ബില്ല് കൂടും സ്വാഭാവികമാണ്. പക്ഷെ നമുക്ക് കോപ്പറിന്റെ പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ 99.7 ഒക്കെയാണ് ചില കമ്പനികൾ അവകാശപ്പെടുന്നത്. അത് കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ അവരെ അവകാശവാദം നമ്മൾ വിശ്വസിച്ചിട്ടാണ് നമ്മൾ വയർ വാങ്ങുന്നത്. ഇപ്പം അപ്പാർ പോലത്തെ കമ്പനികൾ, മറ്റേ ഹാവൽസ് പോലത്തെ കമ്പനികൾ, മറ്റുള്ള മിക്കവാറും എല്ലാ കമ്പനികളും, പേരെടുത്ത് പറയുന്നില്ലെങ്കിലും എല്ലാ കമ്പനികളും മിക്കവാറും അതിൽ 99.7 എന്നും 97% എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ട് തന്നെ ഉണ്ട് ചില ബ്രാൻഡുകൾ. അതിന്റെ പാക്കിൽ നോക്കിയാൽ മനസ്സിലാക്കാം. പാക്കിങ്ങിൽ നമുക്ക് കൃത്യമായിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. എന്തെല്ലാം വന്നിട്ടുണ്ട് അതില്. ഇപ്പം പറഞ്ഞാൽ കോപ്പർ മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും ക്ലാവ് വരും. കാരണം 100% കോപ്പർ എന്ന് പറയുന്നത് ക്ലാവ് വരും. അപ്പൊ അതില് വേണ്ടിട്ട് അവർ കോപ്പറിൽ ചെറിയ സംഭവങ്ങൾ, ഇപ്പൊ നമ്മൾ ഗോൾഡിൽ പൊട്ടാതിരിക്കാൻ വേണ്ടിട്ട് കോപ്പർ മിക്സ് ചെയ്യുന്ന പോലെ കോപ്പറിൽ വേറെ സംഭവങ്ങൾ മിക്സ് ചെയ്യുന്നുണ്ട്, ഇത് ക്ലാവ് പിടിക്കാതിരിക്കാൻ വേണ്ടി. ഗോൾഡ് റേറ്റ് പോലെ തന്നെ ഈ കോപ്പർ റേറ്റ് കൂടുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ നല്ല പ്രൈസ്. ഗോൾഡിന്റെ മാത്രം കാരണമല്ല, നമ്മുടെ ഇലക്ട്രിക്കൽ വെഹിക്കിള്, മറ്റുള്ള പുതിയ പുതിയ ബാറ്ററി നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കോപ്പറിന് അത്യാവശ്യം നല്ല വിലയുണ്ട്. ആ വില നമുക്ക് നല്ല അടിയും വരുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ DBന്ന് ചെറിയ വയർ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് കൂടുതലായിട്ട് കാണുന്നു. സ്വിച്ച് ബോർഡിൽ ഇട്ട് വെച്ച വയറുകളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. വീട്ടിൽ വയർ ചെയ്യുന്ന സമയത്തേക്ക് ഏത് സമയത്താണ് പിന്നെ വയറിങ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ചോദ്യം. 2 ഡോറ് ഫിറ്റ് ചെയ്തതിന് ശേഷം, അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സമയം. അതായത് ബാക്ക് ഡോറും ഫ്രണ്ട് ഡോറും ആണെന്നുള്ള നമ്മൾ ഓപ്പണിംഗ് ഫുൾ ക്ലോസ്ഡ്. അതല്ലെങ്കിൽ ഇപ്പൊ വരുന്ന ഓപ്പണിംഗ് വീടുകളൊക്കെ ആണെങ്കിൽ ഫുള്ള് ക്ലോസ് ആയതിനു ശേഷം വയറിംഗ് ചെയ്യും. അതാണ് അതിന്റെ പ്രോപ്പറായ രീതി. കാരണം ഇത് കട്ട് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2 വശം ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ അതുമാത്രമല്ല, നമ്മളിപ്പം വയറിംഗ് ചെയ്ത് കുറെ കാലം അവിടെ വെക്കുന്നതാണെങ്കിലും സ്വിച്ച് ബോർഡ് ഒക്കെ കണക്ഷൻ ചെയ്യുമ്പോൾ വയറിംഗിന്റെ കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ, കൺഫ്യൂഷന്റെ അപ്പുറത്ത് ക്ലാവും വരും. ക്ലാവിന്റെ പ്രശ്നം നമ്മൾ കട്ട് ചെയ്ത് ഓക്സിജൻ തട്ടിയാൽ, ഈർപ്പം തട്ടിയാൽ ക്ലാവ് വരും. അത് ഇൻസുലേഷൻ ചെയ്ത് അറ്റത്ത് ഗ്രീസ് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്യാം. ഇത് ചെയ്യുന്ന സ്വിച്ച് ബോർഡ് കണക്ഷൻ ചെയ്യുന്ന ആ ടൈം എല്ലാം ഒന്നിച്ച് ചെയ്യുന്നതല്ലേ ശരിക്കും ഒരുമിച്ച് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ്. അതായത് നമുക്ക് ഏത് സമയത്താണോ വേണ്ടത് ആ ഒരു സമയത്ത് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ്. ഫിനിഷിംഗ് ടൈം ചെയ്യുന്നത്. കാരണം 2 ലാഭമാണ് അതുകൊണ്ട് നമുക്കുള്ളത്. ഒന്നാമത്തെ ലാഭം എന്ന് പറയുന്നത്, നമ്മളെ ചില ആൾക്കാർ ഈ ഇതിന്റെ പ്രൈസ് വേരിയേഷൻ വരുന്നതുകൊണ്ട് കൂടുതലായിട്ട് എടുത്തു വെച്ച് വയർ എടുത്തു വെക്കുന്നതുകൊണ്ട് തെറ്റില്ല. വയർ എടുത്തു വെച്ച് നമ്മൾ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് വെക്കുന്നതാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ആ എടുത്തു വെക്കുന്ന അത്രയും കാലം ആ വയറിന്റെ ലൈഫ് കുറയുന്നു. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏത് വയർ വാങ്ങുമ്പോൾ, ഏത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും മാനുഫാക്ചറിങ് ഇയർ അല്ലെങ്കിൽ മന്ത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളതായിരിക്കണം എന്നുള്ളത്. അത് ഏത് പ്രൊഡക്റ്റ് ആകുമ്പോൾ ചെക്ക് ചെയ്യുന്നതല്ല. കാരണം നമ്മൾ അത്രയും ടൈം നമ്മളെ ലൈഫ് അതിന്റെ വാങ്ങി വെക്കുന്ന അത്രയും കാലം അതിന്റെ ലൈഫ് കഴിഞ്ഞു. വാറണ്ടിയും ബാധിക്കും. വാറണ്ടി ഒക്കെ നമുക്ക് അവിടെ നിന്ന് കട്ടാവുക. പിന്നെന്ന് പറയുമ്പോൾ വയറ് വലിക്കുന്നതും അങ്ങനെ തന്നെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട്, അതായത് വീട്ടിൽ താമസിക്കുന്നതിന്റെ ഏറ്റവും അടുത്തായിട്ട് വലിക്കുന്ന ഏറ്റവും നല്ലത്. കാരണം അതിനെ കൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൈയോടെ അതിൽ ലൈറ്റും പോയിന്റുകളെല്ലാം വെള്ളം അടിക്കുന്ന പ്ലാസ്റ്ററിങ്ങിന്റെ സമയത്ത് പ്ലാസ്റ്ററിങ്ങിന്റെ സമയത്ത് വരുന്ന കൺസീൽഡ് വയറിംഗിൽ അത് നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. എങ്കിലും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പൈപ്പിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്, അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. കാരണം ബെൻഡ് കാര്യങ്ങളൊക്കെ വരുന്നത് കറക്റ്റ് നമുക്ക് ഇടാൻ വേണ്ടി, ഇൻസുലേഷൻ കട്ടാവാണ്ട് ഒരഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സ്മൂത്ത് ആയിട്ട് കട. അപ്പൊ നമ്മൾ തന്നെ രണ്ടാമത് വയർ ഇടാൻ വേണ്ടി പാടില്ല. കറക്റ്റ് പൈപ്പിംഗ് കാൽക്കുലേഷൻ ഓക്കെ ആയിരിക്കണം. പക്ഷെ ഇത്രയും കാലം ഇപ്പൊ ഒരു പ്ലാസ്റ്ററിങ് ഒരു വീട് 1 മാസം പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ 1 മാസത്തെ ഓപ്പൺ ആയി വെക്കുന്നോണ്ട് ഡാമേജ് ആണ്. ക്ലാവ് ശരിക്കും എൻഡിൽ മാത്രമല്ലാണ്ട് കുറച്ച് അകത്തോട്ട് കൂടി കയറി പോകുന്ന പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞത് ബെസ്റ്റ് മെത്തേഡ് എന്നാണ്. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. കാരണം ഇതാണ്,
ഈ വെള്ളം നനയുന്നത് കൊണ്ട് വീക്കാവും. കാരണം ഇത് നമ്മൾ സബ്മേഴ്സിബിൾ കേബിൾ നമ്മൾ കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നില്ല. സബ്മേഴ്സിബിൾ കേബിളിന്റെ മുകളിൽ RYB എന്ന് പറയുന്ന ഇതിന്റെ 3 വയറിന്റെ ആ വയർ തന്നെ ഓൾറെഡി ഇൻസുലേറ്റഡ് ആണ്. അതിന്റെ മുകളിൽ എക്സ്ട്രാ ഒരു WP വെതർ പ്രൂഫ് ലൈൻ കൂടി ഉണ്ട്, PVC ലൈൻ കൂടി ഒന്നുകൂടി അതിനെ പ്രൊട്ടക്ട് ആവുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ കട്ട് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, ലോ ആംബിയറിൽ എടുത്ത നല്ല അത്യാവശ്യം വലിയ വണ്ണമുള്ള വയർ ഉപയോഗിച്ചിട്ട് എടുത്ത മോട്ടർ പോലും എത്ര കുറച്ച് കാലം കഴിയുമ്പോൾ കട്ട് ചെയ്ത് നോക്കിയാൽ കംപ്ലീറ്റ് ക്ലൗഡ് പിടിച്ചിട്ടുണ്ട്. കാരണം അതിന്റെ സ്റ്റാർട്ടിംഗ് നിന്ന് വെള്ളം തട്ടിയിട്ട് അതിൽ കയറി വരുന്നത് ഈർപ്പം അകത്തേക്ക് പോയിട്ട് നമ്മളിപ്പോ കണ്ടൻസേഷൻ സംഭവിക്കുമല്ലോ നമ്മളെ മുകളിൽ പറഗോളയിലൊക്കെ കിടന്നത്, അതുപോലെ വന്നിട്ട് കണ്ടൻസേഷൻ സംഭവിച്ചിട്ട് ഉള്ളിൽ നിന്ന് ഈർപ്പം തട്ടിയിട്ട് വരുന്ന സംഭവങ്ങൾ അതൊക്കെ. അത് ശരിക്കും നല്ല കോപ്പർ ഉപയോഗിച്ചാൽ ശരിക്കും ക്ലാവ് പിടിക്കലിന്റെ അളവ് കൂടുതലായിരിക്കും കൂടും. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. 1 സ്ക്വയർ mm വയർ എടുത്താല് അതിപ്പോ 14 കോപ്പർ എണ്ണാൻ പറ്റുന്നുണ്ട്, 32 എണ്ണാൻ പറ്റുന്നുണ്ട്, ഒരെണ്ണം എണ്ണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റിലത്തെ നമ്മളെ പണ്ടത്തെ സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മളിപ്പോ അത് പറയുന്നതിന് മുമ്പ് വയറുകൾ ഏതൊക്കെ തരം ഉണ്ടെന്നും കൂടി ഉള്ളതും പറയണം. വയറുകൾ സാധാരണ നമ്മള് വീടുകൾക്ക് ഉപയോഗിക്കുന്ന മുൻകാലത്ത് ഉപയോഗിച്ച അലൂമിനിയം, ഇപ്പം കോപ്പർ. കോപ്പർ ശരിക്കും ഇപ്പൊ ഉപയോഗിക്കുന്നത് ഫ്ലെക്സിബിലിറ്റി പിന്നെ ഡ്യൂറബിലിറ്റി മാത്രമല്ല, നമുക്കതിൽ കറണ്ട് ഫ്ലോ അലൂമിനിയത്തിനെ അപേക്ഷിച്ചിട്ട് റെസിസ്റ്റൻസ് കുറവായത് കൊണ്ട് ഫ്ലോ കൂടുതലാണ്. ഇപ്പൊ കറണ്ട് ബില്ലും നമുക്ക് കുറക്കാൻ പറ്റും. പിന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ ബെൻഡിലോട്ടെല്ലാം നമ്മൾ എടുക്കുന്ന സമയത്തേക്ക് നമുക്ക് ആ ഫ്ലെക്സിബിൾ ആയതുകൊണ്ടുള്ളൊരു ഇതുണ്ട്. അനീലിംഗും പ്രോസസ്സിലൂടെ നമുക്കത് എത്ര വേണമെങ്കിൽ നേർപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഗുണം കൂടി ഉണ്ട്. അലൂമിനിയത്തിൽ ഇപ്പം നമ്മള് ടെർമിനലിലൊക്കെ സ്പാർക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിലാകുമ്പോൾ ആ സ്പാർക്കിന്റെ ഇതും ടെൻഡൻസിയും കുറച്ച് കുറവുണ്ട്. ഇത്രയൊക്കെ കാരണം കൊണ്ടാണ് നമ്മള് കോപ്പർ വയറുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. സജസ്റ്റ് ചെയ്യുന്നതല്ല, ഉപയോഗിക്കുന്നത്. അലൂമിനിയം പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലൂമിനിയത്തിന്റെ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള വയറുകൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം വരുന്നില്ല. ഫ്ലെക്സിബിൾ അല്ലാത്തതുകൊണ്ട് ഇപ്പൊ വരുന്നില്ല, ഇപ്പൊ ആരും ഉപയോഗിക്കുന്നില്ല. പിന്നെ അതിനെ പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പിന്നെ UG കേബിളും നമ്മൾ അത്യാവശ്യം മെയിൻ ഇടാൻ വേണ്ടി ഇമ്പോർട്ടന്റ് പോയിന്റ് അത് നമ്മൾ മെയിൻ സ്വിച്ച് നിന്ന് DB വരെ അല്ലെങ്കിൽ DB ഒരു സബ് DB വരെ ജനറേറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ കണക്ഷൻ എടുക്കാൻ വേണ്ടി. പിന്നെ വരുന്നത് WP നമ്മളെ പോസ്റ്റിൽ നിന്ന് വീട് വരെയുള്ള ലൈനുകൾ. ഇതാണ് ഇപ്പൊ അലൂമിനിയം ആയിട്ട് വരുന്നേ ഉള്ളൂ. സോളാറിലൊക്കെ അലൂമിനിയം ഉപയോഗിച്ച് വരുന്നില്ലല്ലോ. സോളാറിൽ അലൂമിനിയം ഉപയോഗിക്കുമ്പോൾ എന്തായാലും അതിന്റെ എഫിഷ്യൻസി കുറയും, കാരണം വോൾട്ടേജ് ഡ്രോപ്പ് വരുമല്ലോ, റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് എന്തായാലും സോളാറിനെ സംബന്ധിച്ചിടത്തോളം DC കേബിൾ വേറെ തന്നെ വരുന്നുണ്ട്. DC തന്നെ ഉപയോഗിക്കണം, സോളാറിന്റെ കേബിൾ തന്നെ ഉപയോഗിക്കണം. കാരണം DC കേബിൾ ഹീറ്റ് ആവാനുള്ള ചാൻസ് കുറവാണ്. നമ്മളെ AC കേബിളിനെ അപേക്ഷിച്ചിട്ട് ഹീറ്റ് ആവാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഈ DC ആംബിയർ കൂടുതൽ വരുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഹീറ്റ് ആയിട്ടുള്ള പ്രശ്നം വരും. അപ്പോൾ അത് DC തന്നെ ഉപയോഗിക്കണം. അത് നമ്മളെ വീട് വയറെങ്കിലും സാധാരണഗതിയിൽ വരാത്തവര് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വാങ്ങേണ്ട സംഭവം അല്ലാതുകൊണ്ട് നമ്മൾ പിന്നെ അത് അധികം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വിഷയം തന്നെ തെന്നി മാറി. നമ്മളെ വിഷയം എന്ന് പറയുന്നത് ക്ലാസ് 2, ക്ലാസ് 5. ക്ലാസ് 1 വേണ്ട, നമ്മൾ അത് പണ്ടത്തെ കാലത്തെ ഇത് വരുന്നത് 1 സ്ക്വയർ സിംഗിൾ സ്റ്റാൻഡ് 14 വരുന്നത് ക്ലാസ് 2ഉം 32 വരുന്നത് ക്ലാസ് 5. അപ്പൊ ഇതില് ഈ ക്ലാസ് 5 എന്ന് പറയുന്ന വയർ നമുക്ക് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഫ്ലെക്സിബിലിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ ബെൻഡ് വരുന്നത് കൺസീൽഡ് ആയ വയറിങ്ങിന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ഈ ഔട്ടറിൽ കൂടിയാണ് ഇലക്ട്രിസിറ്റി എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്യും. അപ്പോൾ നമ്മൾ എത്രത്തോളം ഔട്ടറിൽ കൂടി പാസ് ചെയ്യാൻ വേണ്ടി അതിന് അനുവാദം കൊടുക്കുന്നു, അത്രയും എണ്ണം കൂടുതൽ കൊടുക്കുന്നു, അത്രയും കറണ്ടിന്റെ ഫ്ലോ കൂടുതൽ കിട്ടും. കറണ്ട് ബില്ല് ചെറിയ തോതിൽ കുറക്കാൻ വേണ്ടിട്ട് നടക്കും. പക്ഷെ അതില് വേറൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വയറ് വലിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആ ഒരു പിരിഞ്ഞിട്ട് വരും. വയറ് പെട്ടിന്ന് എടുക്കുന്ന സമയത്തേക്ക് ബോക്സിൽ നിന്ന് അടിഭാഗം കട്ട് ചെയ്തിട്ട് നമ്മളത് നമ്മളെ വയറിംഗ് ഒക്കെ നമ്മൾ ചില കമ്പനികളൊക്കെ ബാക്ക് സൈഡ് പൊട്ടിച്ചിട്ട് നമ്മളത് ക്ലിയർ ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ സ്ട്രിപ്പ് ചെയ്യുന്ന സമയത്ത് നല്ല സ്ട്രിപ്പർ ഉപയോഗിച്ചില്ലെങ്കിൽ 1, 2, 3 സ്റ്റാൻസ് 28 വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല നമ്മള് ഒന്ന് പിരിച്ചിട്ട് ഡബിളാക്കി മടക്കി മറ്റേ സ്ക്രൂ സ്വിച്ച് പോലെ ടൈറ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒന്ന് ചതഞ്ഞിട്ട് പൊട്ടുന്ന പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്ലാസ് 5 ആണ് കറണ്ട് ബില്ല് കുറക്കാനും ലൈഫിനും ഫ്ലെക്സിബിലിറ്റി ഒക്കെ നല്ലതെങ്കിലും എന്റെ അഭിപ്രായത്തിൽ ക്ലാസ് 2 ആയിരിക്കും നന്നാവുക. ട്വിസ്റ്റഡ് ആയിട്ടുള്ളൂ. അത് ഇതുപോലെ 32 സ്റ്റാൻസ് തന്നെയാണ് വന്നിട്ടുണ്ടായത്. ക്ലാസ് 5 കുറച്ചും കൂടി ട്വിസ്റ്റഡ് ആയി വളരെ ബുദ്ധിമുട്ട്. അത് നമ്മൾ വലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് ശരിക്കും വലിച്ചെടുക്കുന്നതിന് അപ്പുറത്ത് നമ്മളിപ്പോ 2 ആള് ഒരു അറ്റത്ത് ഇപ്പുറത്ത് നിന്നിട്ട് വലിച്ചെടുക്കുന്നതിന് പകരം അതിൽ ആ 4 ആള് 5 ആളൊക്കെ വേണ്ടി വരും. ഓരോ സെക്ഷനിലും ആള് വെയിറ്റ് വേണ്ടി വരും. അത് നിവർത്തി കൊടുക്കാനും
അത് ഇളക്കി കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതൊരു പ്രശ്നം. പിന്നെ അതിന്റെ അപ്പുറത്ത് ഈ യൂണിയിലേക്ക് വരുന്ന ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയതാണ്, അത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അത് അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോ പറയാൻ പോകുന്നത് എന്റെ മാത്രം ഒരു അഭിപ്രായം. അതായത് ഈ ട്വിസ്റ്റഡ് ആയിട്ടുള്ള കേബിൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, ലെങ്ത് കൂടുന്നോളും വോൾട്ടേജ് കുറയും, ഡ്രോപ്പ് ആവും, റെസിസ്റ്റൻസ് കൂടും. അപ്പൊ നമ്മൾ ഇവിടുന്ന് തന്നെ ഒരു 10 സെന്റിന്റെ ഒരു 15 സെന്റിന്റെ ഒരു വയർ എടുത്തിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതേ വോൾട്ടേജ് കിട്ടുമെങ്കിൽ നിങ്ങളും കൂടിയ ഒരു വയറിനെ സംബന്ധിച്ചിടത്തോളം വോൾട്ടേജ് ഡ്രോപ്പ് ആവും. അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. അപ്പൊ ആ വോൾട്ടേജ് ഡ്രോപ്പ് ആവുന്ന അതേ പ്രശ്നം തന്നെ ഇവിടെയും സംഭവിക്കും യൂണിയിലേല്. കാരണം അത് ട്വിസ്റ്റ് ആയിട്ട് പോകുന്നതുകൊണ്ട് ഇതിന്റെ ലെങ്ത് അല്ല, പാസ് തന്നെയല്ല, നമ്മൾ ഈ കോപ്പറിന്റെ ലെങ്ത് കൂടിയില്ലേ, ലെങ്ത് കൂടുതൽ വരും ട്വിസ്റ്റ് ചെയ്യുമ്പോൾ. നോർമൽ ലെവലിൽ ഇങ്ങനെ പോകുന്നതും നമ്മൾ ടേൺ ആയിട്ട് വരുമ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി കൂടുതലും. ഈ അളവ് ചുറ്റുന്ന, അതായത് നമ്മളിപ്പോ പിന്നെ ഇങ്ങനെ നേരെ പിടിച്ചാലും ട്വിസ്റ്റഡ് ആയിട്ട് വരുന്നാലും നീളം വ്യത്യാസം വരും. ഒരു ബൾബിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു സ്വിച്ച് വെച്ച് ഇത്ര പേർക്ക് നമുക്ക് വലിയതായിട്ട് ബാധിക്കൂല. ശരിക്കും നമ്മൾ ബോക്സ് 45, 90 അങ്ങനെ വരുന്ന ഫുള്ളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളിപ്പം ഒരു 45 മീറ്റർ ഒക്കെ നമ്മളിപ്പോ DB കണക്ഷൻ കൊടുത്തിട്ട് ഒരുപാട് ട്രാവൽ ചെയ്തിട്ട് പോകേണ്ടൊക്കെ ആണെങ്കിൽ ക്ലാസ് 2 മറ്റേ നമ്മൾ പറഞ്ഞിട്ടുള്ള 14 വയർ വരുന്ന 1mm പോലെ ഓരോ വയറിനും വേറെ വേറെ എണ്ണം ഉണ്ട്. 1mm സാധാരണ സംസാരിച്ചുകൊണ്ട് മെമ്മറിയിലുള്ളൂ, കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നത്. എന്റെ അഭിപ്രായത്തിൽ ക്ലാസ് 2 ആയിരിക്കും നന്നാവുക. അടുത്ത ഇമ്പോർട്ടന്റ് വിഷയമാണ് ബ്രാൻഡുകൾ, ഏത് വാങ്ങണം. നമ്മളെ കേരളത്തിൽ ഇപ്പോൾ അവൈലബിൾ ആയ ബ്രാൻഡുകൾ, ലീഡിംഗ് ബ്രാൻഡുകൾ, പുതുതായിട്ട് വരുന്ന ബ്രാൻഡുകളിൽ ഇപ്പൊ KEI പോലത്തുള്ള കേബിള് അവർ മറ്റേ ടവറിന്റെ ഒക്കെ ഉപയോഗിച്ച് വന്നിട്ട് പുതുതായിട്ടുള്ള ബ്രാൻഡുകളല്ല ശരിക്കും അവര് ടവറുകൾക്ക് വന്ന്, അതായത് ഹൗസ് വയറിങ്ങിന് അവരിപ്പോ അത് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻഡസ്ട്രിയൽ പോലത്തെ സ്ഥലങ്ങളില്, പിന്നെ ഈ വ്യവസായ ആവശ്യങ്ങൾക്ക് ആണ് കൂടുതൽ. പിന്നെ കേരളത്തിന്റെ ബ്രാൻഡുകൾ വന്നിട്ടുണ്ട്, വിൽവെക്സ് പോലത്തെ, കേരളത്തിൽ തന്നെയുള്ള ട്രാക്കോ, വിൽവെക്സ് പോലത്തെ കേബിളുകൾ. മെയിൻ ആയിട്ട് നമ്മളിപ്പം യൂസ് ചെയ്യുന്നത് പണ്ട് മുതലേ ഉള്ളതെന്ന് പറയുന്നത് ഒന്ന് ഫിനോലെക്സ്, ഹാവൽസ്, പിന്നെ ITC എന്ന് പറയുന്നത്, അത് ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല, മുന്നേ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഗോൾഡ് മെഡൽ, പിന്നെ പോളിക്യാബ് നമ്മ ഒരു ഏകദേശം ഒരു 2016 ആ ലെവലിൽ. പക്ഷെ അതല്ല, അതിന് മുമ്പ് കമ്പനി ഉണ്ട്. അത് കേറി വരാനുള്ള കാരണം നമ്മളെ ഫിനോലെക്സിന് ഒരു ബാൻ ഉണ്ടായ സമയത്തേക്ക് നമ്മള് കേരളത്തിലേക്ക് അങ്ങനെ ഒരു ബാൻ വന്നിട്ടുണ്ട്, ചെറിയൊരു ബാൻ വന്നപ്പോ അവർ കേറി വന്നതാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്കൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ പറയാം, പോളിക്യാബിന് ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മൾ പോളിക്യാബ് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അത് ഡീഗ്രേഡ് ചെയ്യോ അല്ലോന്നല്ല, നമ്മുടെ അനുഭവം പറയോ എന്നുള്ളത്. ഫിനോലെക്സിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഫിനോലെക്സിന്റെ നമ്മളിപ്പോ ഉപയോഗിക്കില്ല. പക്ഷെ ഇന്ന് അവർ ആ പ്രശ്നമൊക്കെ പരിഹരിച്ചു, സോൾവ് ചെയ്തു. പക്ഷെ എന്നാലും നമുക്കത് ഫസ്റ്റ് ഒരു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ട പേടിക്കും എന്ന് പറയുന്ന അവസ്ഥയായി പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ വയറിങ്ങിന്റെ നമ്മുടെ ഒരു വീട് എന്ന് പറയുമ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അങ്ങനെ വീട്ടുകാർക്ക് അറിയാത്തൊരു സംഭവം കൂടിയാണ് ഈ സ്വിച്ച് ബൾബ്. അവരെ സംബന്ധിച്ചിടത്തോളം സ്വിച്ച് ബൾബ് ഫാന് അത്രേ അറിയാൻ സാധ്യതയുള്ളൂ. ഇതിന്റെ അകത്ത് പോകുന്ന വയറിങ്ങും അതിന്റെ ക്വാളിറ്റി എത്രയുണ്ട്, എത്ര വയർ ഉപയോഗിച്ച് ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. അതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരിക്കലും വയറിൽ നമ്മളൊരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കില്ല. സ്വിച്ച് നമ്മൾ കോംപ്രമൈസ് പിന്നീട് ഈസി ആയിട്ട് വയ്ക്കാം. ഒരു വയറ് കേടായ ഒരു വയറ് മാത്രം റിമൂവ് ചെയ്യണമെങ്കിൽ ആ കംപ്ലീറ്റ് വലിച്ചിട്ട് ചെയ്യണം ശരിക്കും അതിന്റെ പ്രോസസ്സ്. ശരിക്കും നമ്മളിപ്പോ ചില ആൾക്കാരെങ്കിലും നമ്മളിപ്പോ നമ്മളടക്കം ചെയ്യലുണ്ട്, ഒരു വയറ് അഡീഷണൽ ആയിട്ട് വലിക്കേണ്ടി വന്നാൽ അതിന്റെ അകത്ത് ഓൾറെഡി ഉള്ളതൊന്ന് കെട്ടി വലിച്ചിട്ട് തിരിച്ചു വലിച്ച് ചെയ്യും. അതൊരു ഭയങ്കര പ്രശ്നമാണ്. ഉരഞ്ഞിട്ട് രണ്ടിന്റെ ഇൻസുലേഷനും പോകും. നമ്മൾ വെറുതെ 2 വയറെടുത്തിട്ട് നിങ്ങൾ വരച്ചു നോക്കും, ഇങ്ങനെ വരച്ചു നോക്കി കഴിഞ്ഞാൽ ചൂടായിട്ട് അതിന്റെ അകത്ത് വൈറ്റ് കളർ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അവിടെ ഇൻസുലേഷൻ വീക്ക് ആയി കഴിഞ്ഞാൽ എന്താവും, RCCB ട്രിപ്പ് ആവാൻ തുടങ്ങും. RCCB ട്രിപ്പ് ആവാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇലക്ട്രീഷ്യനെ വിളിക്കും. ഇലക്ട്രീഷ്യനെ വിളിച്ചു കഴിഞ്ഞാൽ ഇവന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വരില്ല. ഇവര് സ്വിച്ച് ഇടുമ്പായിരിക്കും പോകുന്നുണ്ടാവുക. ചിലപ്പോ ഒരു ലൈന് ഒരു സർക്യൂട്ട് ഒരു ഭാഗത്ത് എങ്ങനെയായിട്ട് പോകുന്നുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ മഴക്കാലത്തായിട്ടും പോകുന്നുണ്ടാവുക, ചിലപ്പോൾ ഇടി വരുന്ന സമയത്തായിരിക്കും പോകുന്നുണ്ടാവുക. കാരണം ഏറ്റവും വീക്കായ പോയിന്റിൽ കൂടി ഇലക്ട്രിസിറ്റി മൈന്യൂട്ടായിട്ട് പാസ് ചെയ്യുമ്പോൾ അത് തെറ്റിദ്ധരിച്ചിട്ട് RCCB ട്രിപ്പ് ആവാൻ ചാൻസ് കൂടുതലാണ്. അതൊക്കെ കാരണം കൊണ്ട് തന്നെ നമ്മള് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കുമ്പോൾ റേറ്റ് അല്ല നോക്കണ്ടേ, ഒന്ന് ക്വാളിറ്റി. ISI ഇല്ലാത്ത കമ്പനികള് മിക്കവാറും കോയമ്പത്തൂർ, ഗൾഫ് അങ്ങനത്തെ കോയമ്പത്തൂർ മാത്രല്ല നമ്മുടെ നാട്ടിലും ISI അല്ലാത്ത സാധനങ്ങൾ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ ലീഡിംഗ് ബ്രാൻഡുകള് നമ്മൾ ഈ പറഞ്ഞ പോലെ ISI സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് വരുന്നുള്ളൂ. പിന്നെ ചില 0.5 വയറുകളൊക്കെ ഇലക്ട്രിക്
വെഹിക്കിളിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന DC കമ്പനികൾ, കേബിളുകൾ. DC കേബിളുകൾ, അതിന് ISI കണ്ടിട്ടില്ല. അല്ലാത്ത കമ്പനികളിലൊക്കെ ISI കാണുന്നുണ്ട്. അപ്പൊ IS സ്റ്റാൻഡേർഡ് വരെ 694 ഉണ്ടോ നോക്കുക. അതുണ്ടെങ്കിൽ നമുക്ക് 1100 വോൾട്ടാന്ന് തോന്നുന്നു, 1100 വോൾട്ട് 11 ആംബിയർ വരെ ലോഡ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് വേണമെങ്കിൽ ഒരു മോട്ടോർ വരെ ഓടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഒരു മോട്ടോർ വലിക്കാൻ നമ്മൾ സാധാരണയായിട്ട് മിനിമം ഒരു 2.5 ആണ് ഒരു 1 HP നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു വേറെ തന്നെ ഒരു ടോപ്പിക്കിലേക്ക് പോവാം. നമുക്കിപ്പോ പറയുന്നത് ബ്രാൻഡ് ഈ ഹാവൽസ്, RR, അപ്പാർ, KEI, ബോണ്ടൺ. ഒരിക്കലും മറന്നു വന്ന ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്തേക്ക് അവിടെ കൂടുതലായിട്ട് 2.5 വർഷത്തിൽ അവിടെ കണ്ട ഞാൻ ബ്രാൻഡ് എന്ന് പറയുന്നത് ബോണ്ടൺ. പക്ഷെ അത് ഞാൻ പുറത്ത് വന്നിട്ട് അന്വേഷിച്ചപ്പോ ലോക്കൽ മാർക്കറ്റിൽ ഇല്ല. അതിന്റെ ഒരു മീറ്റ് അങ്ങോട്ട് അതെ, നമ്മൾ അതിന് ശേഷം അവർ കമ്പനി ഒരു മീറ്റപ്പ് ഒക്കെ വെച്ചു. പക്ഷെ എന്നാലും നമുക്കത് കിട്ടിയിട്ടുണ്ടായില്ല. നമ്മളെ കേരളത്തിലേക്ക് ഒന്ന് അത് ക്ലച്ച് പിടിച്ചില്ല. കാരണം കേരള മാർക്കറ്റിനെ പഠിച്ചിട്ടല്ലെന്നൊന്നും അവർ വയറ് ഇറക്കിയത്. കാരണം അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ആവും. കാരണം ഇപ്പം അപ്പാർ എപ്പോഴാണ് ഈ ഒരു 2017 ഹൗസ് ഹോൾഡിലേക്ക് വന്നതെന്നുള്ളത് നമുക്കറിയാം. അതിന് മുമ്പ് അവർക്ക് വയറുണ്ട്, അപ്പാറിൽ വയറുണ്ട്. അതിന് മുമ്പേ അതിന് മുമ്പുണ്ടായത് അവർക്ക് KEI പോലെ മറ്റേ WP വയറുകൾ, ഇൻഡസ്ട്രിയൽ വയറുകൾ, UG കേബിളുകൾ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവര് പിന്നീട് ഇതിലേക്ക് വന്നതാ, അപ്പാറൊക്കെ ഇങ്ങനെയൊക്കെ വന്നതാ. ബ്രാൻഡുകളെ പറ്റി പറയുമ്പോൾ പോളിക്യാബിന്റെ ഇഷ്യൂ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത്. പോളിക്യാബിന് നമുക്ക് വന്നൊരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മളൊരു 2012 കാലഘട്ടത്തിലാന്ന് തോന്നുന്നു അല്ലെ? 14 15 ആയിട്ടുണ്ടോ? അല്ല 14 കാലഘട്ടത്തില്. ആ ഒരു സമയത്ത് നമ്മള് പിന്നെ ഒരു വീട്ടിന് വേണ്ടിട്ട് വയറ് ഫിനോലെക്സ് നമ്മൾ എഴുതി കൊടുത്തു. ഫിനോലെക്സ് അത്രയും കത്തിക്കുന്ന സമയം. പക്ഷെ ഫിനോലെക്സിന് അന്നേരം പ്രശ്നമുണ്ട്. അതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ പറയാം. അപ്പൊ അങ്ങനെ നമ്മള് വയറ് എഴുതി കൊടുത്തിട്ട് പോളിക്യാബാണ് വന്നത്. വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഘടനയുടെ ബാൻ കാരണം പോളിക്യാബ് പിന്നെ അവിടെ കയറി വന്നു. അപ്പൊ നമുക്ക് കിട്ടിയ വയറിൽ എന്ന് പറഞ്ഞാൽ ബാച്ചിന്റെ പ്രശ്നമാണോ കമ്പനിയുടെ മൊത്തത്തിലുള്ള പ്രശ്നമാണോ അറിയില്ല. ഇൻസുലേഷൻ വളരെ വീക്ക്. അതായത് നമ്മളിങ്ങനെ ടൈറ്റ് ആയിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇൻസുലേഷൻ അവിടെ നിന്ന് പൊട്ടിയിട്ട് വലിഞ്ഞു വരും. അപ്പോ അത് നമ്മള് വയറ് വലിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ബോക്സിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് എൻഡ് കട്ട് ആ ഒരു പരന്ന പോലത്തെ ഭാഗം കട്ട് ചെയ്യുന്നു, നമ്മൾ യൂസ് ചെയ്യലിരുന്നു. അപ്പൊ ഇങ്ങനെ വലിച്ചു പോയി ഒരു മടങ്ങിയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു പോർഷനിൽ എത്തുമ്പോൾ വയറിന് ഇൻസുലേഷൻ കട്ടായി. ഒരു വയറിന്റെ അല്ല, ആ ഒരു ബോക്സ് നമുക്ക് വന്ന എല്ലാത്തിന്റെയും 2.5 മുതൽ എല്ലാ സർക്യൂട്ട് വയറുകളും കംപ്ലീറ്റ് ഇൻസുലേഷൻ കട്ടായി. അതിനുശേഷം നമ്മള് അന്ന് നമ്മള് അത് കിട്ടിയതിനു ശേഷം ശ്രദ്ധിച്ചിട്ട് അവിടെ ഇങ്ങനെ ഒരാൾ നിന്ന് അപ്പുറത്തെ ഒരാൾ നിന്നിട്ട് ഇങ്ങനെയൊക്കെ വലിച്ചു. നമ്മളൊരു 4-4.5 മീറ്ററിന്റെ അപ്പുറത്തേക്ക് ഒരു ബോക്സ്, ജംഗ്ഷൻ ബോക്സ് കണക്ട് ചെയ്യുന്ന രീതിയിൽ എല്ലാ വയറും അവിടെ ചെയ്തിട്ട് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇങ്ങനെ വലിച്ചിട്ടൊക്കെ അന്ന് അത് തീർത്തു, ആ വർക്ക് തീർത്തു. കമ്പനിയിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് എന്തൊക്കെയോ അവരുമായിട്ട് വീട്ടുകാരായിട്ട് സംസാരിച്ചിരുന്നു. പിന്നെ നമ്മളായിട്ട് അത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ല. നമ്മള് ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായില്ല. കാരണം അത് മാറ്റാനായിരുന്നു നമ്മൾ പറഞ്ഞത്. ഒരു കമ്പനിയും നമ്മൾ അങ്ങനെ കൂടുതൽ നമ്മൾക്ക് പിന്നെ ഒരു കമ്പനി നമ്മള് അങ്ങോട്ടേക്ക് സജസ്റ്റ് ചെയ്യലും നിർത്തിപ്പോയത് അവരൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനുശേഷം പിന്നെ നമ്മള് ഈ ഫിനോലെക്സിന് അതിന് മുന്നുള്ളതും അതിന് ശേഷമുള്ളതും ഈ പ്രശ്നം വന്നത് ഉറുമ്പ് തിന്നുന്ന പ്രശ്നം. പ്രളയത്തിന്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത്. ഈ സ്വിച്ച് ബോർഡിലൊക്കെ വെള്ളം കയറി ചെതലും വെള്ളവും. അതിനുശേഷം ചെതലിനെ തിന്നാൻ വന്നു. ചത്തതിന് ശേഷം ഈ മരക്ക് കഴിഞ്ഞിട്ട് അത് ചത്തതിന് ശേഷം ഉറുമ്പും. അങ്ങനെ മൊത്തത്തിൽ വയറ് മൊത്തം വീക്കായി. കറണ്ട് ബില്ലും അതിന് മുമ്പും ഉണ്ടായിന് വയറ് കടിക്കുന്ന പ്രശ്നം. അതിന് മുമ്പും ഉണ്ടായിന്. കറണ്ട് ബില്ലിൽ നല്ല വേരിയേഷൻ വരും. RCCB ട്രിപ്പ് ആവും. ചില സമയത്ത് മനസ്സിലാക്കാൻ പറ്റില്ല. ശരിക്കും ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. ഒരു വീട്ടുകാരെ വിളിച്ചിട്ട് പറയും ഈ വർക്ക് ചെയ്തിട്ട് പോയിട്ട് ELCB ട്രിപ്പ് ആണ്, RCCB ട്രിപ്പ് ആണെന്ന് നിൽക്കുന്നില്ല. അപ്പോ അത് കണ്ടുപിടിക്കാനും കുറച്ച് പ്രയാസമാണ്. ചില സമയത്ത് നമ്മൾ പുറമേ ഒന്നും കാണാനുണ്ടാവില്ല. അകത്തുനിന്നായിരിക്കും ഇവന്മാരെ പണിയൊക്കെ. എന്നാൽ നമ്മളൊരു സ്ഥലത്ത് ഒരു ഒച്ച കടന്നിട്ട് പണ്ടത്തെ ഫ്യൂസിന്റെ കട്ടൗട്ട് ഫ്യൂസ്, കിറ്റ്കാറ്റ് ഫ്യൂസ് ചെയ്യുന്ന സമയത്തുള്ള കാര്യം പറയുന്നത്. ഒച്ച് ബാക്കിലേക്ക് ഒരു ലൈറ്റിന് വേണ്ടിട്ട് ഒരു ഹോൾസ് ഇട്ട് വെച്ചു. ആ ഹോൾസ് മാത്രമേ ഉണ്ടായില്ല, ഒരു പൈപ്പും ഉണ്ട്. അതിന്റെ അകത്ത് കൂടെ ഒച്ച് വന്നിട്ട് ഇതിന്റെ അകത്ത് കടന്നിട്ട് ക്രോസ് ആയിട്ട് ഈ ടെർമിനലിലും അപ്പുറം ഇപ്പുറം മുട്ടിയിട്ട് ഫ്യൂസ് പോവുക. ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഈ സ്വിച്ച് ഇടുമ്പോൾ ഫ്യൂസ് പോകുന്നു. അപ്പോൾ നോർമലി ഇങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് ഒരു കണക്ഷൻ പോലും കൊടുത്തില്ല. കാരണം അവിടെ ഒരു സീലിംഗ് റോസ് പോലത്തെ എന്തോ ബാലൻസ് ഉണ്ടായിട്ട് ആ വീട്ടുകാർ പഴയത് ചെയ്തവരെ അങ്ങനെ ചെയ്തു വെച്ചാന്ന് തോന്നുന്നു. അപ്പൊ അതിൽ രണ്ടിൽ കണക്ഷൻ കൊടുക്കുക ചെയ്തിട്ട് അപ്പൊ അതിന്റെ ക്രോസ് ആയിട്ടാണ് ഇത് കടന്നിട്ടുണ്ടായിരുന്നത്.
അപ്പൊ അവസാനം നമ്മൾ ഇത് അയച്ചപ്പോൾ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡൗട്ട്, കണക്ഷൻ ഉണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കേടായതാന്ന് ചിന്തിക്കാറോ. സ്വിച്ചിന്റെ അപ്പൊ ആ ഒച്ച നമുക്ക് ഫ്യൂസ് പോയിപ്പിച്ചിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ഈ റിനോവേഷൻ ചെയ്യുന്ന വീടുകൾക്കൊക്കെ നമ്മളിപ്പോ വയറ് ജോയിന്റ് ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോ RCCB പിന്നീട് ട്രിപ്പ് ആവാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഒരിക്കലും വയറ് അടിയിൽ നിന്ന് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്വിച്ച് ബോർഡ് എന്നൊക്കെ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അത് കൃത്യമായിട്ട് നമ്മൾ ഇത് ചെയ്യാൻ പറ്റില്ല. പിരിച്ചു കൊടുക്കുന്നതിന് പകരം വയർ കണക്ടർ, നല്ല ആംബിയർ കൂടിയ വയർ കണക്ടർ എടുത്തിട്ട് ടൈറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കഴിയുമെങ്കിൽ അതിന്റെ എൻഡിലായിട്ട് പിന്നെ സോൾഡർ ഉരുക്കിയിട്ട് ഒന്ന് ജസ്റ്റ് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ്. ക്ലാവ് ഓടിക്കുന്ന ജോയിന്റിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാകും. പക്ഷെ നമ്മുടെ ടോപ്പിക് അതല്ല. ബ്രാൻഡ് ഏതാണ് നല്ലത്? ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. എനിക്ക് തോന്നിയത് നിന്റെ എക്സ്പീരിയൻസും കൂടി പറയാം. എനിക്ക് തോന്നുന്നത് നമ്മൾ ഉപയോഗിച്ചാൽ ഒന്നാമത്തായിട്ട് വരുന്നത്, അല്ല, ഇത് ചില ആൾക്കാർ പറഞ്ഞു വരുന്നത് നമുക്ക് പിന്നെ ഇന്ന ബ്രാൻഡ് ഉപയോഗിച്ച് കറണ്ട് ബില്ല് പറഞ്ഞ് അങ്ങനെ ഇന്ന ബ്രാൻഡ് ഉപയോഗിച്ച് കറണ്ട് ബില്ല് കൂടുതലാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ സാധ്യത വളരെ കുറവാണ്. എല്ലാത്തിനും പേർക്കും വരുന്നു. കോപ്പറൊക്കെ സെയിം ആണ്. കോപ്പറിലാണ് കറണ്ട് ബില്ല് കൂടിയും കുറയൊക്കെ ചെയ്യാൻ സാധ്യത. പിന്നെ ഇൻസ്റ്റലേഷനും ബാധിക്കും. കമ്പനി വരുന്ന ഇതില്ലേ, കമ്പനിയുടെ പരസ്യത്തിൽ വരുന്നുണ്ട്. കമ്പനിയുടെ പരസ്യത്തിൽ വരുന്ന സമയത്തൊക്കെ അങ്ങനെ കാണലുണ്ട്. പക്ഷെ എനിവേ നമുക്ക് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഹാവൽസ് ആണ് എനിക്ക് കിട്ടിയതിൽ നല്ല വയറായിട്ട് കണ്ടത്. നല്ല ഇൻസുലേഷൻ, നല്ല കോപ്പർ ആയിട്ട് ഉണ്ട്. പക്ഷെ വലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് സ്റ്റിഫ് ആണ്, ഫ്ലെക്സിബിൾ അല്ല. വെർഫ് വയറിന്റെ അത്ര ഇല്ല എങ്കിലും സ്റ്റിഫ്. അന്ന് കിട്ടിയ വയറാണ്. നമ്മളിപ്പോ കുറച്ച് കാലമായി ഉപയോഗിച്ചിട്ട് കുറച്ച് ഹാർഡായിട്ടുള്ളതാണ്. പിന്നെ അതിന് ശേഷം നല്ലതായിട്ട് തോന്നിയത് നമുക്ക് RRന്റെ വയറുകൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വയറാണ്. പിന്നെ അതിന് ശേഷം വന്നത് നമ്മളെ അപ്പാർ കേബിള്. അപ്പാറ് പിന്നെ കമ്പനി അധികം ആൾക്കാരൊന്നും, ചില ആൾക്കാരൊന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ചില യൂണിയൻ ഒന്നും അവർക്ക് സപ്പോർട്ട് ഇല്ലായിട്ട് അങ്ങനെ പ്രശ്നം കൊണ്ട് അത് ചില ഏരിയയിൽ മാത്രമുള്ള പ്രശ്നമേ ഉള്ളൂ. പക്ഷെ എനിക്ക് കിട്ടിയതിൽ നല്ല വയറാണത്, മോശമില്ലാത്ത വയറാണ്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ താഴെ കിടക്കുന്ന KEI, ബോണ്ടൺ, നമ്മൾ ഉപയോഗിച്ച വിൽബെക്സ് കുഴപ്പമില്ല. ട്രാക്കോ, പിന്നെ അതിന്റെ താഴോട്ടായിട്ട് വി ഗാർഡ് നല്ല വയറാണ്, അത്യാവശ്യം നല്ല വയറാണ്. ഗോൾഡ് മെഡൽ ഉണ്ട്. ഗോൾഡ് മെഡലിനും കുഴപ്പമില്ലാത്ത വയർ. പിന്നെ GMന്റെ വയറുണ്ട്. GMന്റെ വയറുണ്ട്. GMന്റെതും അതും പിന്നെ നമ്മൾ അങ്ങനെ അധികം യൂസ് ചെയ്തില്ല. നമുക്ക് ഏതായാലും സ്റ്റാൻഡേർഡ് നമ്മൾ ഉപയോഗിച്ചത് വെച്ച് നോക്കുമ്പോൾ ഹാവൽസ്, RR, അപ്പാറ്, ഫിനോലെക്സ്, വി ഗാർഡ്, പിന്നെ വിൽബെക്സ്, KEI, ബോണ്ടൺ ഇതിന്റെ എല്ലാം മുകളിൽ വെക്കുവാണെങ്കിൽ, ഞാൻ അന്ന് കമ്പനിയിൽ കണ്ട സാധനം 2010 ആ സമയത്ത് ഞാൻ കമ്പനി 2007 2010 കമ്പനിയിൽ ഞാൻ അത്രയും ഉപയോഗിച്ച സാധനമായി ബോണ്ടൺ. പിന്നെ പക്ഷെ അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല, നമ്മൾ പറയണ്ട വിട്ടെ. പിന്നെ നമുക്ക് പോളിക്കേബ് ഏറ്റവും ലാസ്റ്റ് ആവാനുള്ള കാരണം ഒറ്റ ഇഷ്യൂ വന്നുകൊണ്ട് നമ്മൾ പിന്നോട് ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. പക്ഷെ നല്ല വയറാന്ന് ഇപ്പൊ അഭിപ്രായമുണ്ട്. മറ്റേ നല്ല അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അവർ ഫീഡ്ബാക്ക് എടുത്തിന്, ഫീഡ്ബാക്ക് നല്ലതായിട്ട് എടുത്തിന്. പിന്നീട് നമ്മൾ ഇലക്ട്രിക്കൽ മീറ്റ് ഒക്കെ നമ്മൾ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്കത് നേരത്തെ പറഞ്ഞ ചൂട് വെള്ളത്തിൽ വീണ പൂച്ചന്റെ അവസ്ഥ നമുക്ക് പറ്റിപ്പോയത് കൊണ്ട് നമ്മൾ പിന്നെ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. ഇതേ അവസ്ഥയായി പോയി. പിന്നീട് നമ്മള് ഫിനോലെക്സ് ആണ് ആദ്യം ആന്റി റോഡന്റ് എന്ന് പറയുന്ന വയർ ഇറക്കിയത്. കാരണം അവരെല്ലാം ഞാനത് കണ്ടത്. കാരണം അവർക്കാണ് ഈ പ്രശ്നം വന്നിട്ട് ആൾക്കാർ വാങ്ങാണ്ടായി പോയത്. കമ്പനി തന്നെ നല്ല ഡെഡ് ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. ഒരു ഏരിയക്ക് വരുന്ന ഒരു ഏരിയക്ക് അനുസരിച്ചിട്ടുള്ള സംഭവം ചെയ്തെടുക്കണം എന്നുള്ള ഒരു ശരിക്കും അങ്ങനെയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ തമിഴ്നാട്ടിൽ നമ്മളന്ന് തൃച്ചിയിൽ താമസിക്കുന്ന സമയത്ത് ഓർമ്മയുണ്ടാവും. ഒരു 9 ദിവസത്തോളം നമ്മൾ താമസിച്ചിട്ട് നമ്മളെ പുറത്ത് ഒരു ഉറുമ്പ് വരെ നമ്മളെ ബിസ്ക്കറ്റ്, പഞ്ചസാര തരിയുണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, നമ്മൾ ചായ ആക്കാനുള്ള സംവിധാനം ഉണ്ട്. അവിടെ വന്നിട്ട് ഒരു ഉറുമ്പ് പോലും കടിച്ചിട്ടുണ്ടായില്ല. ഉറുമ്പില്ല. അപ്പൊ ആ ഒരു സാഹചര്യം ആയിരിക്കില്ല നമ്മുടെ നാട്ടിലുള്ളത്. എല്ലാത്തിലും ഒരുപോലെയല്ല. ഓരോ നാട്ടിനും ആവശ്യമുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കിയിട്ട് വാങ്ങാം. പിന്നെ ഈ പറഞ്ഞതൊക്കെ നമ്മുടെ അഭിപ്രായമാണ്. ഇന്ന ബ്രാൻഡ് വാങ്ങണമെന്നോ ഇപ്പൊ ബ്രാൻഡിനെ കുഴപ്പമുണ്ടെന്നോ, പ്രൊമോഷനും അല്ല ഡിഗ്രേഡിങ്ങും അല്ല. നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം. നമ്മൾക്ക് ഉണ്ടായ അനുഭവം മാത്രം ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. ഇന്നത്തെ വീടുകളിലെ വയറിങ് ഏകദേശം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി പൈപ്പിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല. പൈപ്പിങ്ങിനെ പറ്റി നമുക്ക് ഏതായാലും അടുത്തൊരു പാട്ടില് പൈപ്പിൽ എത്ര വയറ് വലിക്കാം, അതുപോലെ തന്നെ ലോഡ് ഡിവൈഡിങ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്ന രീതി, അതൊക്കെ നമുക്ക് ഒന്ന് അടുത്ത ഒരു വീഡിയോയിലായിട്ട് ഏതായാലും പറയാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരും. നിങ്ങൾ കമന്റിന്റെ എണ്ണം കൂടുതൽ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം, വിമർശനങ്ങൾ ഉൾപ്പെടെ കമന്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു കമന്റ് ആണെങ്കിൽ, ഒരു സംശയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ റീൽ രൂപത്തിലുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും.
വരുന്ന മിനിമം ഒരു 1.5 മിനിറ്റിനുള്ളിലുള്ള ചെറിയ വീഡിയോസ്, അത് നിങ്ങളുടെ സംശയത്തിന് മാത്രമുള്ള മറുപടി. അപ്പൊ നിങ്ങൾ ഒരു കമന്റ് ആയാൽ പോലും അതിനൊരു വീഡിയോ നമ്മൾ ചെയ്യും. അത് നമ്മളൊരു പ്ലാൻ ഉള്ളത്. അപ്പൊ നമ്മൾ അടുത്ത വിഷയം വയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രിക്കലിന്റെ പൈപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിട്ട് പോവാം നമുക്ക് അല്ലെ. ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മഷൂദ് ഇബ്രാഹിം. അപ്പൊ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നത്. പുതിയ വിഷയം വേണ്ടി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.